ഈ രീതിയിൽ നമ്മൾ തെരഞ്ഞു പിടിക്കലാണ് നല്ലത്. ഒരു കാരണവശാലും ഇന്ന് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരാചാരമുണ്ട്. അതെന്താ? ആ അന്വേഷണത്തിനൊന്നും നിൽക്കാതെ ഓരോരുത്തരും പഠിക്കുന്ന കാലത്ത് തന്നെ തൻ്റെ വലയത്തിലേക്ക് പ്രേമക്കുരുക്കിട്ടുകൊണ്ട് അവിടെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് അവസാനം വാപ്പനോട് എങ്കിലും കോളെ കെട്ടിച്ചേരണം, അല്ലെങ്കിൽ ഞാൻ. ഈ ശൈലിയാണ് ഇപ്പം കൂടുതലായി വരുന്നത്. ആണും പെണ്ണും എല്ലാവർക്കും ചിലപ്പോൾ ഒന്നിലേറെയൊക്കെ ഉണ്ട്, ഒന്നുമലൊന്നും ഒതുങ്ങുന്നില്ല. ഇതുകൊണ്ട് ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രേമം എന്ന് പറയുന്ന ആധുനിക ലോകത്ത് ഒരു പ്രത്യേക ട്രെൻഡുണ്ട്. അത് ഒരു ഭ്രാന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഭ്രാന്ത് പിടിപെട്ടവന്റെ ജീവിതം അവതാളത്തിലാവുകയാണ്. ഒന്നാമതായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പലപ്പോഴും ഈ ഭ്രാന്ത് തലക്ക് കയറാറുള്ളത്. അതോടെ അവന്റെ പഠനമാണ് പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്നത്. ഒരിക്കലും പെൺകുട്ടികളുടെ കൊഞ്ചലും കുഴയലും കണ്ട് അതിലകപ്പെട്ടു പോകരുത്. ആൺകുട്ടികളുടെ പഞ്ചാര വാക്കുകേട്ട് പെൺകുട്ടികൾ അതിൽ വശംവദരാകരുത്. നിങ്ങളുടെ പഠനം മുടങ്ങിപ്പോകുന്നു ഒന്നാമത്. രണ്ടാമതായി ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വമ്പിച്ച ധനനഷ്ടമുണ്ടാക്കുന്നു. പ്രകൃതിയിലൊരു നിയമമുണ്ട്, ഒരാൾക്കൊരാളോട് സ്നേഹം വന്നാൽ ആ സ്നേഹിക്കപ്പെടുന്നവനക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് നമ്മളെ പ്രകൃതിയുടെ തേട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം. ഇവനാണെങ്കിൽ പഠിക്കുന്ന പ്രായമായിരിക്കും, എൻ്റെ അടുത്ത് പൈസ ഉണ്ടാലും എന്നാലും ഓനും കൊടുക്കണം. ഇവൻ എന്താ കൊടുക്കുക? ആദ്യം ഈ കൺമശിയോ സുറുമയോ ഒക്കെ ആദ്യം വാങ്ങി കൊടുക്കുക. പിന്നെ വിലപിടിപ്പുള്ള മൊബൈലിലേക്കും ഡ്രസ്സിലേക്കും മാറും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പലതും കൊടുക്കേണ്ടി വരും ഇവന്. അങ്ങനെ കൊടുക്കുമ്പം വമ്പിച്ച ധനനഷ്ടമുണ്ടാകുന്നു. ഇതിന് പണമുണ്ടാക്കാൻ കുറുക്കു വഴി തേടുന്നു. വീട്ടിൽ നിന്നും ചിലപ്പം കളവ് നടത്തും, അല്ലാത്തടത്തും കളവ് നടത്തും. നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ 2 മാസം മുമ്പ് കോഴിക്കോട് പോലീസ് പിടിച്ച 25ഓളം വാഹനങ്ങൾ. ആ വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ 18 വയസ്സ് തികയാത്ത കുട്ടികളാണ് അത് മുഴുവനും ശേഖരിച്ചു വെച്ചത്. കട്ടെടുത്തതാ. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 25 വാഹനങ്ങൾ കവർച്ച ചെയ്തു കുട്ടികൾ. ഇവര് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാ. എന്തിനായിരിക്കും ഇവർക്ക് ഈ പണം? അവരേതോ പ്രേമവലയത്തിൽ പെട്ടിട്ടുണ്ടാവും. അവരെ മുമ്പിൽ പ്രൗഢി കാണിക്കണം, അവരെ സമ്പത്ത് കാണിക്കണം, അവൻ്റെ പൗരുഷം പ്രകടിപ്പിക്കണം. ഇതിന് പണം വേണം. അതിന് കാണുന്ന കുറുക്കു വഴികളാണ് ഇവനെ തിന്മയിലേക്ക് നയിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ദുരന്തം പ്രേമക്കുരുക്കിൽപ്പെട്ടതിലൂടെ ഉണ്ടാകാൻ പോകുന്നു. ഇതിൻ്റെയും പുറമെ സ്വന്തം കുടുംബവുമായവൻ തെറ്റിപ്പിരിയേണ്ടി വരും. പലപ്പോഴും ഇവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വരുന്നതിന് നമുക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. യാതൊരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത കുടുംബ പശ്ചാത്തലത്തിലുള്ളവരായിരിക്കും ചിലപ്പോൾ രണ്ടാളുകളും. ജാതിയും മതവും പോലും പരിഗണിക്കാറുണ്ടാവില്ല. പ്രേമത്തിന് കണ്ണുകളില്ലല്ലോ. അങ്ങനെ വരുന്നതിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരുന്നാൽ അവസാനം സംഭവിക്കുന്നത് എന്താ? ഇവന് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു. ഇതോടെ ചിലപ്പോൾ ഒളിച്ചോട്ടം നടത്തിയവർ കുടുംബജീവിതം ആരംഭിച്ചേക്കാം. അത് ചിലപ്പോൾ രജിസ്റ്റർ വിവാഹത്തിലൂടെ ഹറാമായ മാർഗത്തിലൂടെ ആയിരിക്കാം. എങ്ങനെയായിരുന്നാലും ഒരു കാര്യം ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, നമ്മളെ കുടുംബമായ അല്ലാഹ് പടച്ചതെന്തിനാണ്? ലിതസ്കുനൂ ഇലൈഹാ, നമ്മുടെ ഇണയെ സമീപിച്ച് നമുക്ക് സാന്ത്വനം കിട്ടാനാണ്. കുടുംബത്തിൻ്റെ പിന്തുണയില്ലാത്ത, മതത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായല്ലാത്ത, നാട്ടിലെ ആചാരങ്ങൾക്ക് വിധേയമായല്ലാത്ത വിധത്തിൽ ഒരാൾക്കും സംതൃപ്ത കുടുംബജീവിതം സാധ്യമല്ല. അതൊരു ഭ്രാന്തിൽ ആട്ട് ഒളിച്ചോടി. അത് കഴിഞ്ഞാലാ തിരിയ. ഒരു പെണ്ണിനെ ഒരു പുരുഷനെ ഒറ്റക്ക് ഒരിക്കലും കൊണ്ടുനടക്കാൻ കഴിയൂല, നോക്കാനും കഴിയൂല. അവിടുന്ന് അങ്ങോട്ടുള്ള വിഷയങ്ങളിലൊക്കെ കുടുംബത്തിൻ്റെ നിരന്തരമായ സഹായം ആവശ്യമായിരിക്കും. അപ്പൊ അവരുമായിട്ട് തെറ്റി നമ്മൾ പോയിട്ട് ഒരിക്കലും സന്തോഷകരമായ ഒരു കുടുംബജീവിതം അവന് നയിക്കാൻ കഴിയൂല. പിന്നെ 5ാമത്, ഈ കുടുംബം ക്ലച്ച് പിടിക്കൽ കുറവാ. പ്രേമിച്ച് വിവാഹം കഴിച്ച അധിക കുടുംബങ്ങളും എന്തായിരിക്കും ചെയ്യുക? ഏറെ വൈകാതെ അവര് സംശയരോഗമെന്ന പിടിയിലമരും. കാരണം നേരത്തെ അവിഹിതമായ മാർഗത്തിലൂടെ ഇടപാടെടുത്തിവരാ രണ്ടാളും. ഇനിയും അങ്ങനെ നടത്തിക്കൂടാ, എൻ്റെ ഇണക്ക് സാധ്യതയുണ്ടല്ലോ ഇവൻ്റെ മനസ്സിൽ വരും. അപ്പം അവൾ ആരോടെങ്കിലും ഒന്ന് ചിരിച്ചാൽ, അവള് നേരത്തെ എന്നോട് തുടങ്ങിയമായിരിപ്പം വേറുള്ളവനോടും തുടങ്ങിയിട്ടുണ്ടോ, ഓന് സംശയമായി. അതേ രീതിയിൽ അവൾക്കും സംശയമായി.
അതുകൊണ്ട് പ്രേമവിവാഹത്തിന്റെ പര്യവസാനം പരാജയത്തിലായിരിക്കും. അതിനാൽ പറയട്ടെ ചെറുപ്പക്കാരെ, ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കുരുക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിപരമായ സമീപനത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചോളൂ. നിങ്ങളുടെ മാനം നഷ്ടപ്പെടും, നിങ്ങളെ ധനം നഷ്ടപ്പെടും, കുടുംബജീവിതം നഷ്ടപ്പെടും. അതിൻ്റെ മുമ്പ് രക്ഷപ്പെടുക. അതിനെന്താ ചെയ്യുക? അവൾക്ക് തന്നോട് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും പരിപാടി വേഗം ചെയ്തേക്കാം. ഒരു കത്തട്ടാച്ച് അല്ലെങ്കിൽ ഫോൺ വിളിയിലോ ഇഷ്ടമില്ലാത്ത എന്തേ പറഞ്ഞാൽ വേഗം തെറ്റും ചെയ്യും. ഈ അങ്ങനെ തരാറുണ്ട്. വേഗം തെറ്റിക്കാനും പറ്റും ഇവരെ. അതിന് ഓല് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മതി, തെറ്റുന്ന രീതിയിലുള്ള വാക്ക് മനഃപൂർവ്വം പറഞ്ഞാൽ പിന്നെ ഓൾ നിങ്ങോട്ട് വരുന്ന പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും. അങ്ങനെ പിരിഞ്ഞങ്ങോട്ട് പോവുക. തല ഊരിയിട്ടില്ലെങ്കിൽ അവസാനം നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സൂക്ഷിക്കണം. ഇനി പറയുന്നു, അങ്ങനെ നമ്മൾ സമൂഹത്തിന്റെ പിന്തുണയോടെ, കുടുംബത്തിന്റെയും മാതാപിതാക്കളുടെ ഒക്കെ അനുമതിയോടെ ഒന്നിനെ കണ്ടെത്തിയാൽ അതിനുശേഷം അവരെ ഒന്ന് നേരിട്ട് കാണലും പരിചയപ്പെടലും നല്ലതാണ്. അത് ഇസ്ലാം സുന്നത്താക്കിയിട്ട് ഒരാചാരാണ്. വിവാഹത്തിന് പോകുന്നവർ രണ്ടാളും ഒന്ന് കണ്ടിരിക്കുക. എൻ്റെ വാപ്പ പറഞ്ഞല്ലേ, ഞാൻ നിങ്ങൾക്ക് കണ്ടോളന്നില്ല, ഉമ്മ പറഞ്ഞാൽ പിന്നെ എന്നെ അത്രയായിട്ട് എന്താവണ്ട. ഈ വിഷയത്തിൽ നമ്മൾ വിധേയപ്പെടണ്ട. പിന്നെ കെട്ടിക്കൊണ്ടുവന്ന് കണ്ടതിന് ശേഷം എന്താ ഇപ്പം ഉമ്മ എനിക്ക് വേണ്ടി കണ്ടത് എന്ന് ചോദിക്കാൻ നിൽക്കരുത്. അതിന് മുമ്പ് എന്ത് ചെയ്യുക? നമ്മൾ തന്നെ ഒന്ന് പോയി നേരിട്ട് കാണുക. അത് സുന്നത്താണ്. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ കാണാൻ പോകുന്ന പെൺകുട്ടി മറ്റൊരാളെ നിക്കാഹിൽ ഉള്ളവളാകരുത്. വേറൊരാൾ കെട്ടിയതിനെ കാണാൻ പോകാൻ പറ്റൂല. അഥവാ ഓൻ തൊലാക്കില്ലാണെങ്കിൽ നമുക്ക് കെട്ടാലോ എന്ന് പറഞ്ഞിപ്പോളെ കാണാൻ പോകും. അത് പറ്റും. തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് ഇദ്ദയിലിരിക്കുന്ന കാലത്തും അവളെ കാണാൻ പോകാൻ പറ്റൂല. ഇദ്ദയിലിരിക്കുന്നവളെ കാണാൻ പോകരുത്. അത് ഹറാമാണ്. പിന്നെ കാണാൻ പോകേണ്ട സമയപ്പോഴാ? ഒന്ന്, ഇവൻ വിവാഹിതനാകണമെന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമേ കാണാൻ പോലും അനുവദിക്കപ്പെടുന്നുള്ളൂ. ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നതാ, ഇക്കൊല്ലം കല്യാണം കഴിക്കുന്നുണ്ടോടാ? ഇല്ല, ഇക്കൊല്ലം കഴിക്കുന്നില്ല. ബ്രോക്കർ ചോദിച്ചു, 4-1-2 കണ്ടു നോക്കിയൂടെ? അതിനും ഇല്ല, നമുക്ക് കാണാം. അത് പറ്റൂല. വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ചതിന് ശേഷം അല്ലാതെ കാണാൻ പോകാൻ പറ്റൂല. ബ്രോക്കർക്ക് ഗുണമുണ്ട്. ഇവനെ കാണാൻ കൊണ്ടായ ഒരു 200 റുപ്യ ഓൻ്റെ അടുത്തുനിന്ന് വാങ്ങാം, ഒരു 200 മറ്റോരോടും വാങ്ങാം. ഓനും സുഖം എന്താ? ഓൻ എന്തെങ്കിലും ഒരു പെൺകുട്ടീനെ അങ്ങനെ കാണുകയും ചെയ്യാം, എന്തെങ്കിലും കാണുന്ന കുടിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളെ നാട്ടിൽ ചെങ്ങായിൻ്റെ പേര് ഹോർലിക്സ് എന്നാ. അങ്ങനെ കാണാൻ പോവുക, കുടിക്കുക, കാണാൻ പോവുക, കുടിക്കാതെ. ഇത് തീരുമാനിക്കാഞ്ഞാൽ കാണാൻ പോലെ തന്നെ ഉണ്ടാവുള്ളൂ. കല്യാണം കഴിക്കണം തീരുമാനിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഒന്ന്. രണ്ടാമത്, നിശ്ചയത്തിന്റെ മുമ്പുമായിരിക്കണം പോകുന്നത്. ഉമ്മയും ബാപ്പമാരും ഒക്കെ കൂടിയിട്ട് ആദ്യം തീരുമാനിച്ചതാ നമുക്ക് അടുത്ത മാസം 1-ാം തീയതി നടത്താം, ഇനി ഓലൊന്ന് കണ്ടോട്ടല്ലേ. അങ്ങനെയല്ല, കണ്ടതിന് ശേഷം ആ തീരുമാനം. നിശ്ചയം ആദ്യം നടത്തി പിന്നെ കാണാൻ പോയാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് ആ കുട്ടിക്ക് റീമാർക്ക് ഉണ്ടാകാൻ കാരണമാവും. അതുകൊണ്ട് കാണാൻ പോകൽ നിശ്ചയത്തിന്റെ മുമ്പും നിക്കാഹ് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തതിന് ശേഷമായിരിക്കണം. മൂന്നാമത്തെ ഒരു വിഷയം ഉണ്ടതേതാ? തനിക്ക് ആ പെൺകുട്ടിയെ കെട്ടിച്ചു തരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷയുള്ളവരെ അല്ലാതെ കാണാൻ പോകാൻ പറ്റൂല. വലിയൊരു മുതലാളി, ഇവനാണ് ഒരു പണിയില്ലാത്തവനെ. ഓൻ എന്തായാലും ആ പെൺകുട്ടീനെ ഓല് കെട്ടിച്ചു കൊടുക്കൂല എന്ന് ഉറപ്പാ. എന്നാലും ഒന്ന് കണ്ടുകളിയാ, അത് പറ്റൂല. കിട്ടാൻ സാധ്യത ഉള്ളതിനെ മാത്രമേ കാണാൻ പോകാൻ പാടുള്ളൂ. അതിൻ്റെ നിബന്ധനയാണ്. ഇനി കാണാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് ചില ദുരാചാരങ്ങളുണ്ട്. ചിലര് ഒരു വണ്ടി നിറച്ചു ആളുകൾ, ആണുങ്ങൾ അങ്ങോട്ട് പോകും. ഒരു 5-8 ആള് അല്ലെങ്കിൽ 2-3 ആള് ഒന്നിച്ചു പോവാണ്. പോയിട്ട് ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഇവർ തമ്മിൽ തന്നെ ഒന്ന് റൂമിൽ നിന്ന് കാണും. കണ്ടിട്ട് 1-2 മണിക്കൂറൊക്കെ വർത്താനം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും മാന്യന്മാരടയാളല്ല. കാണുക എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മുഖവും മുൻകൈയും ഒന്ന് കാണുക. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും 2 വർത്താനവും പറയാം. അതിലപ്പുറം ഒരു വലിയ ഇന്റർവ്യൂവും എന്താ പകത്ത് നടക്കുന്നതെന്നൊക്കെ മറ്റവർക്ക് പേടിയാകുന്ന തോതിലുള്ള ഇതൊന്നും ഉണ്ടാവരുത്. അങ്ങനെ വന്നു ഓൻ പുറത്തിരുന്നിട്ട് പിന്നെന്ത് ചെയ്യും? ഈ പെൺകുട്ടിയോട് എന്തെങ്കിലും വെള്ളോ സാധനോ ഇവരൊക്കെ ഉള്ളിടത്തേക്ക് ഒന്ന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പറയാം. എന്തിന്? കൂടെ വന്നൊരു 3-4 ഉണ്ട്, ഓൽക്കും കൂടി ഒന്ന് കാണാൻ. ഇത് ഹറാമായ പരിപാടിയാണ്. ഒരു ഉമ്മയും ബാപ്പയും ഇതിന് കൂട്ടുനിൽക്കരുത്. തൻ്റെ കൂട്ടുകാരന് ഇഷ്ടപ്പെട്ടതിനെ കെട്ടാൻ ചെറുപ്പക്കാരെ നിങ്ങളും തയ്യാറാകരുത്. നേരത്തെ ഞാൻ പറഞ്ഞു, സൗന്ദര്യം ആപേക്ഷികമാണ്.
നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടെന്ന് തോന്നുന്നതും ഇഷ്ടപ്പെട്ടതും നിങ്ങളെ കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അതിൻ്റെ പുറമെ അവർക്ക് ഇവളെ കാണലും കാണിച്ചു കൊടുക്കലും ഹറാമാണെന്നും നമ്മൾ മറക്കരുത്. ഈ ദുരാചാരത്തിന് നമ്മളാരും കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. പിന്നെ കൂട്ടുകാർക്കുണ്ടാവും ഒരു അസൂയ, ഓല് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ട് ഇത് കെട്ടിക്കൊന്നൊന്നും പറയില്ല. കാരണം ഓല കൂട്ടത്തിലും പെണ്ണിട്ടാത്തവരുണ്ട്. ഇത് അങ്ങനെ വേട് കെട്ടണ്ട എന്നാ ഓല തീരുമാനം. അതുകൊണ്ട് എങ്ങനെ ഇവരും കൊണ്ടുപോയാലും എത്ര നല്ലതിനെ കണ്ടാലും എന്തെങ്കിലും പാരോല് വെക്കും. അത് വേണ്ടട, കാരണം വെൽക്കും പോകാലോ, വെൽക്കും കുടിക്കാലോ, ഒരു 4-5 കൂടെ പോയിക്കൂടെ. അതുകൊണ്ട് ഇവരെ കൂട്ടിയിട്ട് പോയി അവരെ കാണിച്ച് അവരെ പൊരുത്തം വാങ്ങുക എന്നുള്ളത് വേണ്ട. നിങ്ങൾ കാണുക, സംസാരിക്കുക. ബാക്കി വിഷയങ്ങൾ ആരെ വിടുക? ഉമ്മയും പെങ്ങന്മാരൊക്കെ പോയിക്കോട്ടെ. അവര് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തറിയേണ്ട വിഷയങ്ങളൊക്കെ അവര് ചർച്ച ചെയ്യുക. അല്ലാതെ ഈ ഹറാമായ പരിപാടി കല്യാണത്തിന് കാണാൻ പോകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവരുത്. ഇനി നിശ്ചയത്തിലേക്ക് കടക്കുകയാണ്. നിശ്ചയത്തിലേക്ക് കടക്കുമ്പോൾ മതം സുന്നത്താക്കിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒരു ഖുതുബ ഓതണം. ഖുതുബ ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരാമുകൾ, എന്നിട്ട് വിഷയം പറയും. ഇതാണ് ഞങ്ങൾ വന്ന വിഷയം എന്ന് പറഞ്ഞതിന് ശേഷം കാര്യം തുടങ്ങി. നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും നല്ല നിക്കാഹിന് പറ്റിയ മാസം നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. എപ്പോഴും അത് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. പറ്റുമെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാസം ഏതാ നിക്കാഹിന്? അത് ശവ്വാല് മാസമാണ്. ഈ റമദാൻ കഴിഞ്ഞ് വരുന്ന മാസം. ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറെടുത്തോളൂ. ശവ്വാലിൽ കല്യാണം കഴിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. മാസത്തിൽ അതാണെങ്കിൽ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് കല്യാണത്തിന് ഏതായിരിക്കണം? ഞായറാഴ്ച, വെള്ളിയാഴ്ചയാണ്. പക്ഷെ ആരും പരിഗണിക്കാറില്ല. കല്യാണത്തിന് ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണ്. നിക്കാഹിന് നല്ല ദിവസം അത് തന്നെ വെള്ളിയാഴ്ച. എപ്പോഴാണ് ഉത്തമം? രാവിലെയാണ്. എവിടെ വെച്ചാണ് ഉത്തമം? പള്ളിയിൽ വെച്ചാണ്. ശവ്വാൽ മാസത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുക, ഇതാണ് ഏറ്റവും പുണ്യകരം. ഇനി രാവിലെ നടത്തുമ്പം ആളുകൾക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സ്ഥിതി അതാ, ജുമഅക്ക് ശേഷമാക്കുന്നതും നല്ലതാണ്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? വെള്ളിയാഴ്ച ഒരു നാട്ടിലെ മുഴുവൻ പുരുഷന്മാരും പള്ളിയിൽ വരുന്ന ദിവസം. അപ്പൊ അവരൊക്കെ സാക്ഷിയാക്കി അവരൊക്കെ കാണും വിധം ഇത് നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു സുന്നത്താണ്. അതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താ? ഇനി നാളെ ഇവൻ ഒരു പെൺകുട്ടിയും വണ്ടീന്റെ ബാക്കിലിരുത്തി ഇങ്ങനെ പോണണ്ടാൽ ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ വിചാരിക്കൂലേ? അപ്പൊ ജനങ്ങളൊക്കെ അറിയട്ടെ, പള്ളിയിൽ നിന്നാവട്ടെ. അതാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അപ്പം ഈ നിലക്കാണ് നമ്മൾ നിക്കാഹ് നടത്തുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദുരാചാരങ്ങൾ വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു സുന്നത്ത് എടുക്കപ്പെട്ടു പോയാൽ അതിന്റെ സ്ഥാനത്ത് പിന്നീട് 100 ബിദ്അത്താണ് കടന്നുകൂടുക. ഒരു സുന്നത്ത് എടുക്കപ്പെട്ടു പോകുമ്പം ബിദ്അത്ത് ഇങ്ങനെ അങ്ങോട്ട് വരും. അത് നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പാലിച്ചാൽ പള്ളിയിൽ ആരും വെടിയടിക്കാൻ വരുമല്ലോ. പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് കളിക്കാൻ വരുമോ? ഇല്ല. പള്ളിയിൽ വെച്ചാകുമ്പോൾ അങ്ങനത്തെ ദുരാചാരങ്ങൾക്കൊന്നും അവസരം ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ജുമാക്കും വന്നോലാകുമ്പം പിന്നെ എന്തായാലും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ഇനി കല്യാണത്തിന്റെ പേരിൽ നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് പൊങ്ങച്ചങ്ങളും ദുരാചാരങ്ങളുമുണ്ട്. ആ ദുരാചാരങ്ങൾ ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്നതല്ലെങ്കിലും ഇന്ന് പൊതുവിൽ കേരളീയരെ വല്ലാതെ ബാധിച്ച ഒരു ദുരാചാരമായത് മാറുകയാണ്. കേരളം മൊത്തത്തിൽ ഇന്നൊരു പ്രത്യേക സംസ്കാരത്തിന്റെ പിടിയിലേക്ക് കൂപ്പുകുത്തുന്നു. അതാണ് ഉപഭോഗ സംസ്കാരം. വാർത്താ മീഡിയകളും ടിവിയുമെല്ലാം ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി ഉൽപാദനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ വിഷയത്തിൽ നിന്ന് കേരളീയർ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം തരിശുഭൂമിയായി മാറി. അവിടെയെല്ലാം മണ്ണിട്ട് ഇന്ന് കൃഷി ചെയ്യുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. ആരും ഇന്ന് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. എല്ലാം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ശൈലി. ഏത് സാധനം വാങ്ങി ഉപയോഗിക്കും. ഉപഭോഗ സംസ്കാരം അത് കേരളീയന്റെ ഒരു സ്വഭാവമായി. ഇന്ന് ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല.
നമുക്ക് കഴിക്കാൻ ആവശ്യമായ അരി ആന്ധ്രാപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും വരണം. പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരണം. കർണാടകയിൽ ഒരു ലോറി സമരമുണ്ടായാൽ ഇവിടെ കോഴിക്ക് വില 200 ആകുകയാണ്. കർണാടകയിൽ രാത്രികാല ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയപ്പം തക്കാളിക്ക് 30 രൂപ. കേരളക്കാരൻ്റെ ദയനീയ സ്ഥിതി നമ്മൾ പരിശോധിക്കണം. നമ്മളാണെങ്കിൽ ഒരു കടലിൻ്റെ പക്കത്തൊരു സ്ഥലമാണ്, ഇവിടുന്ന് വേറോട്ട് പോയാൽ കടലിലാണ് ചാടാനുള്ളത്. ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് ജീവിച്ചു പോകാൻ. 40-ലധികം നദികളും ഫലഭൂയിഷ്ടിയുള്ള നല്ല മണ്ണും നമ്മളെ രാജ്യത്തുണ്ടായിട്ട് അത് കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ പിടിയിലായി. അരിയും പച്ചക്കറിയും മാംസവും മാത്രമല്ല, ഇന്ന് എന്തുവരെ അങ്ങാടി പോകുമ്പോഴേ ഭാര്യ പറയാണ്, നിങ്ങൾ വരുമ്പോൾ ഒരു ചൂല് കൊണ്ടുവരണേ. പണ്ടൊക്കെ നമ്മൾ ഉമ്മാമ്മമാര് കവുങ്ങുമെന്ന് പട്ട വീണാൽ അതെടുത്ത് വെച്ച് ചൂലുണ്ടാക്കലായിരുന്നു. ചൂല് പോലും അവിടുന്ന് വാങ്ങുക. ഇനി പോകട്ടെ, ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് കുത്തേണ്ട ഈളില്ലേ, അത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത നമ്മുടെ നാട്ടിൽ. 100,000 തെങ്ങ് ഇവിടെ ഉണ്ടായിട്ട് എത്ര ഈളുള്ള നാടായത്. പല്ലുകുത്തൻ്റെ ഈള് ഇറക്കുമതി ചെയ്തു. ഇങ്ങനത്തെ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മളിൽ രൂപം കൊണ്ട ഒരു തരത്തിലുള്ള ധൂർത്തും ദുരാചാരവും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിത നിലവാരം വരുമാനത്തിനനുസരിച്ച് ക്രമീകരിക്കുന്ന സ്വഭാവം ഇന്ന് ആർക്കില്ല. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാന്റെയും താഴ്വാന്റെയും ഒക്കെ ജനത, അവരൊക്കെ ഇന്ന് വികസിത രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരമാണ് ദരിദ്ര നാരായണന്മാരുടെ നാടായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ വരവ് നോക്കിയല്ല ചെലവഴിക്കുന്നത്. ഇപ്പം എല്ലാവരും അങ്ങനെ, എന്നാ ഞാനും അങ്ങനെയാണ്. ഇവൻ്റെ അടുത്ത് എന്താണല്ലോ, ഒന്നുമില്ല, ഇല്ലെങ്കിലോ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇതാ ചൂഷണത്തിൻ്റെ ഒരുപാട് വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അംഗീകൃതവും അനംഗീകൃതവുമായ ഒരുപാട് ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട്. ഇഷ്ടം പോലെ വായ്പ തരാം. നിങ്ങൾ നോക്കൂ, മീഡിയകൾ എടുത്തു നോക്കിയാൽ, പത്രം എടുത്തു നോക്കിയാൽ, പഠനത്തിന് വേണമെങ്കിൽ തരാം, നിങ്ങൾക്ക് കൃഷിക്ക് വേണമെങ്കിൽ തരാം, വീടുണ്ടാക്കാൻ തരാം, ടൂർ പോകാൻ തരാം, എന്തിനും പണം തരാം. ഇതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിത നിലവാരത്തിനനുസരിച്ച് വരുമാനമില്ലാത്തവൻ ലോൺ എടുത്ത് വലിയ കൊട്ടാരുണ്ടാക്കുന്നു, ലോൺ എടുത്ത് വാഹനം വാങ്ങുന്നു, ലോൺ എടുത്തുകൊണ്ട് തന്നെ പഠനം നടത്തുന്നു, എല്ലാറ്റിനും ലോണ്. അവസാനം ഇവൻ കടക്കണിയിൽപ്പെട്ട് കേരളീയൻ അതാ കൂട്ടത്തോടെ നടന്നെടുക്കുന്നത് ആത്മഹത്യാ മുനമ്പിലേക്കാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം നമ്മളെ കേരളമാണെന്ന് തിരിച്ചറിയണം. 100% സാക്ഷരതയുള്ള കേരളത്തിലാണ് ഇന്ത്യയിൽ തമിഴ്നാടിനെ പോലും തോൽപ്പിച്ച്. പണ്ടൊക്കെ അവരായിരുന്നു ഈ ഉഷാറിൽ അത് ചെയ്യാറില്ല. ആരെങ്കിലും സിനിമാ നടൻ മരിച്ചാൽ ഞാനും പോവാന്ന് പറയാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒക്കെ മുന്നിൽ കേരളക്കാർ ആത്മഹത്യ ചെയ്യാൻ പ്രധാന കാരണം സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയാണ്. പണമുള്ളവര് പല തോന്നിവാസവും നടത്തുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലേക്ക് വരുന്ന പണം ചില്ലറ കാശല്ല. അടിസ്ഥാനപരമായ നമ്മളെ വരുമാന മാർഗമൊക്കെ മുട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ വെള്ളം കുടിച്ചു പോകുന്നത് മെഴുകുതിരി പോലെ അധ്വാനിക്കുന്ന ഗൾഫുകാരുടെ ആ പണം കൊണ്ടാണ് നമ്മൾ മറക്കരുത്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു വിഷയം, ഇന്ന് 20 ലക്ഷത്തിലേറെ മലയാളികൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. ആ മലയാളികൾ ഒരു വർഷം കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന തുക 30,000 കോടി ഉറുപ്പികയാണ്. 30,000 കോടി ഉറുപ്പ്യ ഒരു വർഷം കേരളത്തിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. ഒരു വർഷത്തെ സമഗ്ര ബജറ്റ്, വികസനത്തിനുള്ള ബജറ്റ് തുകയിലേക്ക് കേന്ദ്രവിഹിതമായി കിട്ടുന്നതിൻ്റെ 7 ഇരട്ടിയിലധികമാണ് അത്ര ഈ 30,000. കേരളം ഒരു വർഷത്തേക്ക് വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയുടെ 1.5 ഇരട്ടിയോളം വരും ഈ 30,000 കോടി ഉറുപ്പ്യ. അത്ര വലിയ തുക കേരളത്തിലേക്ക് ഒഴുകി വന്നത് വളരെ ആസൂത്രിതമായി വിനിമയം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും
വികസിത പ്രദേശമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്നാൽ കേരളത്തിന്റെ സ്ഥിതി എന്താ? കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മളെ റോഡിന്റെ സ്ഥിതി നമുക്കറിയാലോ, നമ്മളെ നാട്ടിലെ പാവപ്പെട്ടവന്റെ സ്ഥിതി നമുക്കറിയാം. വളരെ ദയനീയമായ വലിയൊരു വിഭാഗം ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഈ ഒരു ദുസ്ഥിതിയിലെത്താൻ കാരണം എന്താ? ഈ 30 കോടി രൂപയോളം ഓരോ വർഷവും കേരളത്തിലേക്ക് ഒഴുകുന്നത് കേരളീയൻ എന്താ പിന്നെ ചെയ്യുന്നത്? പുഴുങ്ങി തിന്നാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൂർത്തടിച്ച് നശിപ്പിക്കുകയാണ്. ദൂർത്തടിച്ച് നശിപ്പിക്കുകയാണ്. ഏറ്റവും അധികം ദൂർത്ത് നടക്കുന്നത് ഇന്ന് ഏത് കാര്യത്തിലാണ്? വീടിന്റെ നിർമ്മാണത്തിലാണ്. വീട് നിർമ്മിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും. കേരളീയർക്കതിലും വിചിത്രമായ പ്ലാനാണ്. ചില ആളുകൾ നേരത്തെ പറഞ്ഞ മാതിരി എങ്ങനെയോ കഷ്ടപ്പെട്ട് ഗൾഫിലെത്തിയതാ. ഗൾഫിലെത്തി നോക്കുമ്പോൾ അവനും ഒരു സ്വപ്നാണല്ലോ ഒരു വീട്. അവന്റെ മനസ്സിലേക്ക് വരുന്ന സ്വപ്നം ഏതാ? അവന്റെ സ്പോൺസറുടെ അതേ വീട്. എന്നിട്ട് അതിനാണ് ഇവിടെ തറ കെട്ടുന്നത്. അവിടെ പാത്രം കഴുകുന്ന പണിയാണ് അവനുള്ളത്. അയാളെ വീടിന്റെ പ്ലാൻ ഇവിടെ. അത് കെട്ടിപ്പൂർത്തിയാക്കാൻ അവന് കഴിയോ? പിന്നെ പല സ്ഥലത്തുനിന്നും കടം വാങ്ങി അഥവാ ഖുറൂജ് അടിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്നാലോ അത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു തുക പോലും ഓമ്പടെ വേറെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു കൊട്ടാരം. നമ്മളെ സ്ഥിതി അതാ. സമ്പാദിക്കുന്നത് മുഴുവനും സിമന്റ് കൂനയും കരിങ്കൽ ചീളുകളുമാക്കി ഇവിടെ വാർത്തു കുത്തിവെക്കുകയാണ്. ഇതെന്തുമാത്രം തത്വദീക്ഷയില്ലാത്ത സമീപനമാണ്. ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറെ ചിലർക്ക് ഈ മഹല്ലത്തിലെ ഏറ്റവും വലിയ പോര എൻ്റെതാവണം, ഓൻ്റെ പ്ലാൻ അതാ. അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വീട് എൻ്റെതാവണം. ഈ അഹങ്കാരത്തിന്റെ ചിന്ത ഒരിക്കലും ഉണ്ടാകരുത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് 3 വിഷയം. അത് അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന മഹാഭാഗ്യമാണ്. സലാസത്തു ഉമൂർ, 3 കാര്യങ്ങൾ, അത് അല്ലാഹ് നൽകുന്ന ഭാഗ്യമാണ്. അതിൽപ്പെട്ടതേതാ? ബൈത്തുൻ വാസിഅ്, സൗകര്യപ്രദമായ ഒരു വീട്. അത് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഭാഗ്യമാണ്. വംറഅത്തുൻ സ്വാലിഹ, നല്ല ഒരു ഇണ, അത് അല്ലാഹ് നൽകുന്ന ഭാഗ്യമാണ്. വമർക്കബുൻ സ്വാലിഹ്, നല്ല ഒരു വാഹനം. ഇത് 3 കൂടി ഒരാൾക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ മഹാഭാഗ്യവാനാണ്. നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കുന്നതിന് ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷെ അവിടെ ധൂർത്തുണ്ടാകരുത്. സൗകര്യം എന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ആഡംബരത്തിൽ നമ്മളെ ശ്രദ്ധ പതിയരുത്. 4 ആളുകൾക്ക് താമസിക്കാൻ 10 അറകളുള്ള വീടുണ്ടാക്കി വെക്കരുത്. ആൾപ്പാർപ്പില്ലാത്ത റൂമുകൾ, അത് പിശാചിന്റെ സങ്കേതങ്ങളായിരിക്കും. അത് തട്ടി നന്നാക്കാൻ പോലും സൗകര്യമില്ലാത്ത വിധത്തിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെടാൻ പാടില്ല. ഈ സമ്പത്ത് മുഴുവനും അനാവശ്യമായി ചെലവ് ചെയ്യുന്നതിന് പടച്ചവന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്ന ബോധം വേണം. ലാളിത്യത്തിന്റെ പ്രതീകമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായ സമയമുണ്ട്. ലോകത്ത് കുടുംബജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും ജീവിച്ച് കാണിച്ചു തരേണ്ട നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിക്കാനുള്ള അവസരവും കൂടി റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണം നബി തങ്ങൾ കുടുംബിനികളുമായി തെറ്റി നിന്നു ഒരു കുറഞ്ഞ കാലം. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നബി തങ്ങളുടെ റൂമിലേക്ക് വളരെ ധൈര്യത്തോടെ കടന്നു ചെന്നു. സാധാരണ ഭാര്യമാരൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല. അന്ന് അവരാരുമില്ല, അവരൊക്കെ അവർ വീട്ടിൽ പോയതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായൊക്കെ മാറ്റി വെച്ച് കട്ടിലിൽ കിടക്കുക. ഉമർ തങ്ങളെ കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. എന്താണ് കാരണം? മഹാൻ പറയുന്നു, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന കൊട്ടാരത്തിന്റെ ചിത്രമാണ് അദ്ദേഹത്തെ കരയിപ്പിച്ചത്. നബി തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന കട്ടിൽ ഈന്തപ്പനയുടെ മട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കട്ടിലാണ്. അതിൻ്റെ മേലെ വിരിച്ച പായ ഈന്തപ്പന ഓലയുടെ കട്ടിയേറിയ ഓല കൊണ്ട് നിർമ്മിച്ച പായയാണ്. തലയണയായി ഈന്തപ്പന തടിയുടെ ഉള്ളിലുള്ള നാര് നിറച്ച തലയണയാണ്. കുപ്പായം ഊരിവെച്ച് അതിൻ്റെ മേലെ കടന്ന തിരുനബിയുടെ ശരീരത്തിലേക്ക്
പായയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. ഉമറുല്ലാഹിബ്നു സങ്കടപ്പെട്ടു പോയി. റൂം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു ഭാഗത്തൊരു തോൽപാത്രത്തിൽ അല്പം വെള്ളമുണ്ട്, വേറൊരു പാത്രത്തിൽ ഏതാനും യവമണികളുണ്ട്, മറ്റൊരു പാത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബ്രഷ് പോലുള്ള ഉപകരണങ്ങളുണ്ട്. ആ കൊട്ടാരത്തിൽ വേറെ ആഡംബര വസ്തുക്കളൊന്നുമില്ല. മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, ദാക കിസ്റാ വ കൈസർ, അവിടുന്ന് കണ്ടില്ലേ കൈസർ രാജാക്കന്മാർ, പേർഷ്യയിലെയും റോമിലെയും ചക്രവർത്തിമാർ, അവരൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്നത് അമ്പരചുംബികളായ കൊട്ടാരങ്ങളിലാണ്, ആകാശം ഉമ്മ വെച്ച് നിൽക്കുന്ന ബിൽഡിങ്ങുകളിലാണ്. അവർക്കുറങ്ങാൻ നല്ല തൊട്ടിലുകളുണ്ട്, താരാട്ടുപാടാൻ തോഴിമാരുണ്ട്. വഅന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ, അതൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ അവിടുന്നല്ലേ. എങ്കിലും അവിടത്തേക്ക് ഈ പായക്കു പകരം ഒരു നല്ല ബെഡ് വാങ്ങിത്തന്നാൽ അങ്ങ് സ്വീകരിക്കുമോ നബിയേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. വലിയൊരു രാഷ്ട്രത്തിന്റെ അധിപനാണ്, വലിയൊരു രാജ്യത്തിന്റെ രാജാവാണ്. അതിൻ്റെ പുറമെ ഒരു നാട്ടിന്റെ ചീഫ് ഖാദിയാണ്, സൈനിക സർവാധിപനാണ്, പള്ളിയിലെ ഖാദിയാണ്, ഇമാമാണ്, സർവ ഡിപ്പാർട്ട്മെന്റുകളുടെയും തലവനാണെന്നതിൻ്റെ പുറമെ ഏറ്റവും വലിയ ദൗത്യമായ അന്ത്യപ്രവാചകൻ എന്ന പദവി അലങ്കരിക്കുന്ന നേതാവാണ്. ആ നേതാവ് ലോകത്തിന് കാണിച്ച ലളിത ജീവിതത്തിന്റെ രീതിയാണിത്. അവിടുന്ന് പറഞ്ഞു, ഉമറേ, അവരൊന്നും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ്, അവരെ സ്വർഗം ഇവിടെ കഴിഞ്ഞുപോയി. ഞാൻ ഈ ഭൂമിയെ കാണുന്നത് ഒരു യാത്രികനെ പോലെയാണ്. ഒരാൾ ഒരു വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ക്ഷീണിതനായി ഒരു മരത്തണലിൽ അല്പനേരം വിശ്രമിക്കാനിരുന്നാൽ ആ മരത്തിന്റെ പരിസരം മോടികൂട്ടാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അയാൾ ശ്രമിക്കുമോ ഉമറേ? ഇല്ലല്ലോ. അയാൾക്ക് യാത്ര പോകണമെന്ന ബോധമുണ്ടാവില്ലേ? ഈ സാധുവായ ഞാൻ ആ ചിന്തയിലുള്ളവനാണ്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ്, ഇവിടെ മോടികൂട്ടി നിൽക്കാൻ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് എല്ലാ സമുദായത്തിനും മാതൃക കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ഇന്ന് വീടുകൾക്ക് വേണ്ടി അനാവശ്യമായി സമ്പത്ത് ദൂർത്തടിക്കുന്നതെങ്കിൽ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് നടന്ന പഠനത്തിൽ പറയുന്നത്, ഹൈന്ദവ സഹോദരന്മാരിൽ നിന്ന് ലക്ഷറി സ്വഭാവമുള്ള ആഡംബര ഭവനങ്ങളുടെ ഉടമകൾ കേവലം 15% വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. ക്രൈസ്തവരിൽ 25% ആഡംബര ഭവനങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ മുസ്ലിങ്ങളിൽ അത് 33% ആഡംബര വീടിന്റെ ഉടമകൾ. അങ്ങനെ നമ്മുടെ സമ്പാദ്യം പൂർണ്ണമായും തന്നെ ഒരു വീടിന് വേണ്ടി നശിപ്പിക്കുകയും അത് പിന്നീട് പൊളിച്ച് വീണ്ടും നന്നാക്കി, അത് പൊളിച്ച് വീണ്ടും മോഡൽ മാറ്റി, ഇങ്ങനെ പണം ദൂർത്തടിക്കുകയും ചെയ്യുന്ന ദുസ്വഭാവം നമ്മൾ ഗൗരവത്തോടെ കാണണം. അള്ളാഹു അവന്റെ അടിമകളെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റിയ സ്വഭാവമുള്ള മനുഷ്യരെ പരിചയപ്പെടുത്തി സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ആരാണ് സത്യവിശ്വാസി? അള്ളാന്റെ അടിമയുടെ സാമ്പത്തിക വ്യവഹാരങ്ങളുടെ രീതി ഏതാണ്? ഇദാ അൻഫഖൂ, അവർ സമ്പത്ത് ചെലവ് ചെയ്യുകയാണെങ്കിൽ, ലം യുസ്രിഫൂ, അവരൊരിക്കലും ദുർവ്യയം നടത്തുകയില്ല, വലം യഖ്തുറൂ, കൊടുക്കേണ്ടടുത്ത് പിശുക്ക് കാണിക്കുകയും ഇല്ല, വകാന ബൈന ദാലിക ഖവാമാ, ഇത് രണ്ടിനും ഇടയിൽ ഒരു മിതവ്യയശീലമാണ് സത്യവിശ്വാസികൾക്കുണ്ടാവുക. ആ ഒരു ശീലത്തിനു പകരം എല്ലാം ദൂർത്തടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യം അത് ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി അത് നശിപ്പിച്ചു കളയുന്നതിന് പകരം നമ്മൾ ആസൂത്രിതമായി ഉപയോഗപ്പെടുത്താൻ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കല്യാണങ്ങൾ പോലുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ കടം വാങ്ങിയും ലോൺ എടുത്തു പോലും ആഡംബര കല്യാണങ്ങൾ നടത്തുന്ന ദുസ്വഭാവത്തിൽ നമ്മൾ പിന്തിരിയണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ദുർവിനിയോഗങ്ങളാണ്. ഈ അടുത്ത് ഞാൻ കോഴിക്കോട്ട് നമ്മൾ SYSന്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു വലിയ പണക്കാരൻ കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് തന്നു. ആ കത്ത് ഏകദേശം എങ്ങനെയുണ്ട്?
നമ്മളൊരു പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനൊക്കെ കൊടുക്കുന്ന ഒരു മെമ്മോറാണ്ടം പോലെ ഒരു ഫയല്. അപ്പം ആ ഫയല് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു 4-5 ക്ലിയർ വെള്ള പേപ്പർ, ഒന്നും അതിൽ എഴുതിയിട്ടില്ല. പിന്നെ നടുവിലൊരു പേപ്പറുണ്ട്, അതിൽ സ്വർണത്തിൻ്റെ കളറിൽ ഇംഗ്ലീഷിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഇത് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ്. അപ്പോൾ പറഞ്ഞു നമ്മളെ മകളെ കല്യാണം ഉണ്ട്, അതിൻ്റെ കത്താണ്. ഒന്ന് നമ്മൾ അവിടെ ചിന്തിക്കുക, ഈ കല്യാണത്തിനൊക്കെ നമ്മൾ ക്ഷണിക്കൽ നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പരിപാടിയല്ലേ. അതിന് ക്ഷണിക്കാൻ നമ്മളെ മലയാളവും നമ്മളെ കന്നഡയൊക്കെ പോരെ. അവിടെ നമ്മൾ ഈ സായിപ്പന്മാർ ഇംഗ്ലീഷിൽ എഴുതിയെങ്കിൽ എൻ്റെ കല്യാണം കെങ്കേമ, അതൊക്കെ ഒരു തരത്തിലുള്ള നമ്മളെ സംസ്കാരത്തെ അവഗണിച്ചുകൊണ്ട് മറ്റത് വാടിപ്പുണരുക. എന്നാലേ ഞാനൊരു ആധുനികനാവൂ എന്നൊരു ദുശ്ചിന്ത അത് നമ്മൾ മാറ്റി വെക്കുക. ഇത് സാധാരണക്കാരെ ഉമ്മമാരൊക്കെ കയ്യിലേക്ക് ഈ കത്ത് കൊണ്ടുകൊടുക്കും. ഓർക്ക് തിരിയത് എന്തിൻ്റെ ആണ്, ഡേറ്റ് പോലും തിരിയില്ല, അത് കൊടുത്തു പോരുക. അവിടെ ഒരു കാര്യമില്ല. പിന്നെ രണ്ടാമത് ഈ കത്തിന് എത്ര ഉറുപ്പ്യ വരും. അപ്പം അയാൾ പറഞ്ഞത് അത് വലിയ പൈസ ഒന്നും ഒരു 50 ഉറുപ്പ്യ വരുള്ളൂ. 50 ഉറുപ്പ്യ ഇപ്പം ചെറിയതാണെന്നാ പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ 100 അതിൻ്റെ മേലെയുമൊക്കെ ഒരു ക്ഷണക്കത്തിന് വരുന്ന രീതിയിലുള്ള കല്യാണക്കത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കത്തുകൾ അടിച്ചുകൊണ്ട് ഇതാ നമ്മൾ കല്യാണത്തിന് ആളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ മകളെ കല്യാണം ഇങ്ങനെ അങ്ങ് നടക്കുമ്പം നമ്മുടെ അയൽവക്കത്തുണ്ട് ഒരു അനാഥയായ പെൺകുട്ടി. അവൾക്ക് 20ഉം 30ഉം ഒക്കെ വയസ്സായി. അവളെയാണ് നമ്മളന്ന് കല്യാണത്തിൻ്റെ പണിക്ക് വിളിക്കുന്നത്. നമ്മളെ 17കാരിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള കല്യാണത്തിൻ്റെ ജോലിക്ക് അയൽവാസിയായ ഒരു കുടുംബജീവിതം സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത പെൺകുട്ടിയെ നമ്മൾ ക്ഷണിക്കുന്നു. അവരൊക്കെ നെഞ്ചു പടക്കുകയില്ലേ? ഈ അനാവശ്യ ചെലവിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്ങാനും നമ്മളെ കല്യാണത്തിൻ്റെ ദിവസം ഒരു പാവപ്പെട്ട കുട്ടിയുടെ കൂടെ കല്യാണം നടക്കട്ടെ എന്ന് ചിന്തിക്കാൻ ഒരു പണക്കാരന് സാധിച്ചാൽ അത് സമൂഹത്തിന് വലിയ അഭിമാനമല്ലേ? അതൊരു വലിയ മാതൃകയല്ലേ? അങ്ങനെ ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനു പുറമെ ഇപ്പോഴുള്ള ഒരു പരിപാടി എന്താ? പത്രത്തിൽ പരസ്യം. വധൂവരന്മാരുടെ ചിത്രസഹിതം ഫസ്റ്റ് പേജിലോ ലാസ്റ്റ് പേജിലോ മുത്തക്ഷി പത്രങ്ങളിൽ പരസ്യം വരണമെങ്കിൽ 10,000 എണ്ണിയാട് കൊടുക്കണം. പലരും ഇതിനും പണം കണ്ടെത്തുന്നതിൽ നിന്ന സ്ത്രീധനത്തിൽ നിന്നാണ് കേട്ടോ. ഓളത്തിൽ നിന്ന് വാങ്ങിയ പൈസയിലാണ് ഈ പരസ്യം കൊടുക്കുന്നത്. ഈ പരസ്യം കൊണ്ടുണ്ടാകുന്ന ദുരിതം നിങ്ങൾക്കറിയോ? ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിലുണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കല്യാണത്തിൻ്റെ ദിവസം പത്രത്തിൽ ഫോട്ടോ വന്നു. ഈ ചെറുപ്പക്കാരൻ തന്നെ ധാരാളം കോപ്പി പൈസ കൊടുത്ത് വാങ്ങി ഇവൻ കല്യാണപ്പന്തലിൽ കൊണ്ടിട്ടു. കാരണം അവൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ ഇനി വേറെ എന്നാപ്പം കയ്യ ഏതെങ്കിലും ആക്സിഡൻറ്റിൽ മരിക്കെങ്കിലും വേണം, എന്നാലേ പിന്നെ അവൻ്റെ ഫോട്ടോ കാണുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം കാണട്ടെ എന്ന് കരുതി എല്ലാവരും കാണാൻ വേണ്ടി പന്തലിൽ കൊണ്ടുവച്ചു. കല്യാണ ദിവസം ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, പരമാവധി അവനെ ഒന്ന് വട്ടം കറക്കുമല്ലോ അന്ന് തമാശയാക്കും. അപ്പം ആ കൂട്ടത്തിൽ ഇവരൊക്കെ വട്ടത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു താരതമ്യ പഠന, വേറെയും കുറേ കുട്ടികളെ ഫോട്ടോ ഉണ്ടാവുമല്ലോ അന്ന്. ഇങ്ങോട്ട് വാ കുഞ്ഞമ്മതേർന്ന് ഓൻ വന്നു. അല്ല ചങ്ങായി, ഇജ് ഒരു 5-8 മാസമായില്ല പെണ്ണും തിരഞ്ഞു നടക്കുന്നു. അതെ, നിനക്ക് കിട്ടിയ പെണ്ണ അത് നോക്കിയ ഒരുത്തൻ. അപ്പം തന്നെ ഇവന് ചടച്ചു, ഇത് ശരിയായിട്ടില്ലേ? അപ്പൊ വേറൊരുത്തൻ തന്നെ അതിന്റെ തൊള്ള നോക്കിയ കരിക്ക് ഓട്ടോ ഒളിച്ച മാതിരി ഉണ്ടെന്ന് ഒരുത്തൻ. വേറൊരുത്തന്നെ പല്ല് കണ്ടില്ല, തക്കാളി പൊട്ടി ചവിട്ടി പൊളിച്ച മാതിരി. ഇങ്ങനെ ഓരോരുത്തർക്ക് വായ കിട്ടിയത് ഇങ്ങനെ പറയാ. എന്തിന്? ഇവനെ കളിയാക്കാൻ, തമാശയാക്കാൻ. എന്നിട്ട് വേറെ ഒരുത്തൻ കണ്ടില്ലടാ കുട്ടികളെ നോക്കുതാ, ഇതൊക്കെയാണ്. വേറെ കുറെ കുട്ടികളുണ്ടായില്ല, അത് കാണിച്ചു കൊടുത്തിട്ട്. എന്തിനാണ് സഹോദര നിന്റെ വധുവായി വരാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചർച്ചക്ക് അവസരം കൊടുക്കണോ? എന്നാൽ ഇതിന്റെ പര്യവസാനം എന്തായിരുന്നു നിങ്ങൾക്കറിയോ? ഈ ചെറുപ്പക്കാർ ഇതൊരു തമാശയായി സ്വീകരിച്ചു. ഇവന്റെ പിന്നാലെ കൂടി കളിയാക്കാൻ തുടങ്ങി. അവസാനം നിക്കാഹിന് വേണ്ടി പോകുമ്പം വാഹനത്തിൽ കയറുമ്പോൾ ഒരുത്തൻ ചവിട്ടിൽ ചോദിക്കുക, അല്ല ഒന്നുകൂടി ആലോചിച്ചാളാ ഇത് കെട്ടണോന്ന്, നീ കെട്ടിയിട്ട് കൊടുങ്ങണ്ട, തമാശ പറഞ്ഞ. അത് കഴിഞ്ഞ് കല്യാണ ചടങ്ങിൽ ചെന്നിരുന്നു. ഇരുന്ന് കാളിയാരെ മുമ്പിൽ കൈ കൊടുക്കാൻ നോക്കുമ്പോഴാണ് വേറൊരുത്തൻ ബാക്കിലൂടെ വന്ന് ചോട്ടിൽ പിന്നെയും സംസാരിക്കുന്നു. അപ്പോൾ പുറത്തുള്ളവർ കേട്ടാ എന്താ വിചാരിക്കുക? ഇവനൊരു 3-4 പെണ്ണ് കെട്ടി പരിചയമുള്ള ഒരുത്തനാണ്, ഓനെന്തെങ്കിലും ക്ലാസ് കൊടുക്കുക എന്നാ വിചാരിക്കുക. ഇവനെന്താ ചോദിക്കുന്നത്? ഒന്നുകൂടി ചിന്തിച്ചോ, ഇത് കെട്ടിയിട്ട് കൊടുക്കാൻ നിൽക്കണ്ടാന്ന്. ഓനും തമാശയാക്കിയതാണ്. ഏതായാലും അതൊക്കെ അവഗണിച്ചവൻ നിക്കാഹ് നടന്നു. ഇപ്പം നിക്കാഹ് നടന്നിട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ, ദുരാചാരം. ഒരു 5-8 ചെറുപ്പക്കാർ കൂടിയിട്ട് ഈ പെൺകുട്ടിൻ്റെ അടുത്തേക്കാട് കയറി പോവുക. എന്നിട്ട് ഇവൻ ഇത് കെട്ടിക്കൊടുക്കുക. മറ്റോലൊക്കെ അതിനനുസരിച്ചുള്ള ചില തമാശകളൊക്കെ പറയാ. ചിലർ തോണ്ടുക, മാന്തുക.
വാട്ടർ ലെവലിലുള്ളവർ അവരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഇതാണ് ഇന്ന് നടക്കുന്ന ദുരാചാരം. അവിടെയാണ് നമ്മുടെ മഹല്ല് ഭാരവാഹികൾക്കൊക്കെ നട്ടെല്ല് മുളക്കേണ്ടത്. എങ്ങനെയാ മുളക്കേണ്ടത്? ഈ ഇത് കെട്ടാൻ പോകുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് എന്ന് പറയാം, ഞാൻ ആരാന്നറിയോ, ഞാൻ ഇവിടുത്തെ മഹല്ല് പ്രസിഡന്റാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളാരും അങ്ങോട്ട് പോകരുത്, പോവുകയാണെങ്കിൽ ഇപ്പം മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞാൽ ആ ഗർവൊന്നും ഇപ്പോഴത്തെ യുവാക്കൾ അംഗീകരിച്ചു തരൂല. എന്നാ വരിടാ എല്ലാവരും കൂടിയും പോകാന്ന് പറഞ്ഞ് വന്നോലും മുഴുവൻ കയറും. ആ ശൈലിയൊക്കെ ഒഴിവാക്കി. അങ്ങനത്തെ കാരണന്മാരൊന്നും ഇപ്പല്ല. ഇപ്പം നമ്മൾ വിനയത്തോടെ പറയാം, മക്കളെ ഞങ്ങളെ നാട്ടിൽ സാധാരണ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ ഭർത്താവ് മാത്രമേ പോകാറുള്ളൂ, വേറെ ആരും പോകാറില്ല എന്ന് മാത്രം പറഞ്ഞാൽ ആ കുട്ടികൾ ആരും പോവില്ല. ഓൻ തന്നെ പറയാ പിന്നെ കെട്ടിക്കൊടുക്കാം, ഓനും പോവില്ല. പിന്നെ അത് മതി. അല്ലാതെ അങ്ങനത്തെ ഒരു ചടങ്ങ് നിർബന്ധമൊന്നുമില്ല അവിടെ. എന്നിട്ട് അവിടെ പോയിട്ട് പല പേക്കുത്തും കാണിക്കുക. ഇവന്റെ കൂടെ എന്ത് ചെയ്തു, 5-8 കയറി നേരെ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഇവർ സംസാരിച്ചതെന്താ? അല്ലടാ, ഫോട്ടോത്ത് കണ്ടപ്പോ ഇതിനേക്കാളും ഉഷാറുണ്ടായിരുന്നു, നേരിട്ട് കണ്ടു നോക്കുമ്പോ അതിനേക്കാളും മോശമാണല്ലോ. ഈ പെൺകുട്ടി കേൾക്ക പറയാണ്. ഇതോടെ പൂർണ്ണമായും ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് ചടച്ചു. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്ക് അവന്റെ പെങ്ങന്മാരൊക്കെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോഴും ഭർത്താവിനെ തെരഞ്ഞിട്ട് കാണുന്നില്ല. രാത്രി വളരെ വൈകിട്ടും കാണുന്നില്ല. അത് കഴിഞ്ഞ് 12 മണിക്ക് ശേഷം മംഗലാപുരത്തു നിന്നൊരു ഫോൺ കോൾ വന്നു. വാപ്പാ ഞാനിവിടെ ഉണ്ട് മംഗലാപുരത്ത്. എന്തേ മത്തി അങ്ങാൻ പോയതാ? അല്ല, ഓൻ പറഞ്ഞു ഞാനേ നാട്ടുകാർ മുഴുവൻ പറയുന്നു ആ പെൺകുട്ടീനെ എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ അവളുമായിട്ട് ജീവിതം തുടങ്ങിപ്പോയാൽ പിന്നെ അത് വലിയ പ്രശ്നമായിരിക്കും, അതിന്റെ മുമ്പ് ഒഴിവാക്കലാണ് ബുദ്ധി. മോന് ബുദ്ധി ഉദിക്കുക രാത്രി 12 മംഗലാപുരത്തുനിന്ന്. ബാപ്പ ചോദിച്ചു, അല്ലട എന്താ ഈ ചെയ്യുന്നത്? നമ്മളാകെ വഷളായില്ലേ? നീ നേരത്തെ പോയി കണ്ടതല്ലേ, എല്ലാം പറഞ്ഞു ഉറച്ചതല്ലേ, ഇപ്പം പറ്റൂല എന്ന് പറഞ്ഞത് എന്താണെന്ന്. ഓൻ പറഞ്ഞു കൂട്ടുകാർ മുഴുവൻ പറയുന്നു ആ കുട്ടി പോരാന്ന്. ഇവൻ തയ്യാറായില്ല. അവസാനം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരിപാടിയാണ്. അന്ന് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ആ പ്രശ്നം അവസാനിപ്പിച്ചത്. ചെറുപ്പക്കാരാ, ഈ ദുർവിനിയോഗത്തിലൂടെ ഇത്തരം ദുരന്തങ്ങളാ നമ്മളെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു നമ്മളോട് പറഞ്ഞില്ലേ, വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ഒരിക്കലും ദുർവ്യയം ശീലിക്കരുത്, ദുർവ്യയം നടത്തരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീനി വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. പിശാച് അള്ളാഹുവോട് നന്ദി കേട് കാണിച്ചവനാണ്. തീർച്ചയായും ജീവിതത്തിന്റെ വഴിത്തിരിവാകുന്ന നിക്കാഹിന്റെയും കല്യാണത്തിന്റെയും ചടങ്ങുകളിൽ പിശാചിനെ സന്തോഷിപ്പിക്കുന്ന ദുർവ്യയം നടന്നിട്ടുണ്ടോ? നമ്മളെ കുടുംബത്തിൽ പിശാചിന് സ്വാധീനമുണ്ടാകും. നമ്മളെ ഭിന്നിപ്പിക്കുക എന്നതാണ് പിശാചിന്റെ ഇഷ്ടവിനോദം എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുടുംബം തകരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, എന്തെല്ലാം ദുരാചാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഫോട്ടോ ഫ്ലക്സ് ബോർഡുകളിലാക്കി വാഹനത്തിൽ കെട്ടുന്ന ദുസ്വഭാവം സമുദായത്തിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഒഴിവാക്കണം. ഒരിക്കലും അത് ഇസ്ലാമിക സംസ്കാരത്തിന് യോജിച്ചതല്ല. ക്യാമറയുമായി കടന്നു വരുന്നവർക്ക് വലിയ സ്വാതന്ത്ര്യമാണ്. അന്യ പെണ്ണുങ്ങളെ എന്തിനാ നമ്മളിത് പിടിക്കാൻ പോകുന്നത്? അതുപോലെ അറകളിലേക്ക് സ്വാതന്ത്ര്യമാണ്. ഏത് കൊട്ടാര സമാനമായ വീടിൻ്റെ ഏത് ഉള്ളറയിലേക്കും ഇത് പിടിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അവൻ്റെ മണവാട്ടി ഉടയാടകൾ ഉരിയുന്നതും ധരിക്കുന്നതും സ്വർണമെടുക്കുന്നതും വെക്കുന്നതും ആ വീടിൻ്റെ സ്വകാര്യ അറകൾ മുഴുവനും കല്യാണ സീഡികളിലൂടെ പുറത്തു വരുമ്പോൾ അതാണ് പ്രിയപ്പെട്ടവരെ കൊള്ളക്കാരും കള്ളന്മാരും പിന്നീട് ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് എന്തിനാ നമ്മളെ വീടിൻ്റെ ഉള്ളറകളെ ചിത്രീകരിച്ച് നമ്മൾ പുറത്ത് കാണിക്കുന്നത്? ആരാ പിന്നീട് ഇത് കണ്ടുകൊണ്ടിരിക്കാറുള്ളത്? ഒരു ദുരഭിമാനത്തിന്റെ പേരിൽ കല്യാണത്തിന് ഇങ്ങനത്തെ ഒരു ദുരാചാരം ആവശ്യമുണ്ടോ? നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, പുതിയാപ്പളവുമുണ്ട് പുതിയ ചില ആചാരങ്ങൾ. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ നിന്നൊരു പുതിയാപ്പള പോക്ക് കണ്ടു ഞാൻ. എന്താ പുതിയാപ്പള പോക്ക്? അവിടെ ഒരു മുഖാമുഖം പരിപാടിക്ക് വേണ്ടി വന്നതായിരുന്നു. അന്നുണ്ട് ഒരു ബസ് നിറയെ, ഒരു ബസ് ഇങ്ങനെ വരുന്നുണ്ട്. ബസ്സിൽ നിന്ന് കുറേ ആൾക്കാർ പുറത്തേക്ക് തലയിട്ടിട്ട് ഇങ്ങനെ ആക്കുന്നു. ഞാൻ പേടിച്ചു, നമ്മളെ മുഖാമുഖം പരിപാടി കലക്കാൻ വരുവാണോ പടച്ചോ.
അപ്പൊ നോക്കുമ്പോൾ ഇവരൊക്കെ മുഖങ്ങളിൽ എന്തുണ്ട്? നമ്മൾ ഈ ലോകകപ്പൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുമല്ലോ പല കളറും കൊടുക്കുന്നത് എന്ന മാതിരിയാണ്. അങ്ങനെ അവർ ഏകദേശം നമ്മളെ പരിപാടിന്റെ ഗ്രൗണ്ടിന്റെ അടുത്ത് തന്നെ വണ്ടി നിർത്തി. ഇറങ്ങി നോക്കുമ്പോൾ ടീം വേറെ. ഇതിൽ 2-3 ആളുകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചണ്ട മുട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ വലിയ വലിയ മനുഷ്യന്മാരുണ്ട്, ഇങ്ങനെ കുരങ്ങൻ ചാടും പോലെ അങ്ങനെ ചാടുക, അങ്ങനെ ചാടുക തന്നെ. സുബ്ഹാനല്ലാഹ്, നമ്മളെ മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പവിത്രമായ ഒരു ഇടപാട് ഇത് നടത്തുമ്പോൾ യാതൊരു ലജ്ജയുമില്ലാതെ ഇങ്ങനെ തുള്ളണമെങ്കിൽ ശരിയായ ലെവലിലുള്ളവന് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ വാട്ടർ ലെവലിലേക്ക് ഉയർന്നവനെ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നലി കുല്ലി ദീനിൻ ഖുലുഖാ, എല്ലാ ഓരോ മതത്തിനും ഒരു പ്രത്യേക സംസ്കാരമുണ്ട്, ഒരു സ്വഭാവമുണ്ട്. എന്നാൽ വഖുലുഖുൽ ഇസ്ലാമി, ഈ മതത്തിന്റെ സ്വഭാവം എന്താണെന്നറിയുമോ? അൽ ഹയാ, ലജ്ജ എന്ന് പറയുന്ന ഒന്നാണ്. ഇത്തരം അനാവശ്യങ്ങൾ ചെയ്യാൻ നാണം വേണം, ലജ്ജ വേണം. ലജ്ജ ഉണ്ടായാലും ഇത് ചെയ്യാൻ പറ്റൂല. ലജ്ജ ഇല്ലാത്തവൻ എന്തും ചെയ്യാം. റസൂൽ പറഞ്ഞില്ലേ, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത, നാണമില്ലേ നീ എന്തെങ്കിലും ചെയ്തോ, കണ്ടതുപോലെ കൂട്ടിക്കോ എന്നാണ് നിബിധങ്ങൾ പറഞ്ഞു. അവർക്ക് എന്തും യോജിക്കും. അപ്പൊ ഈ ജാതി കോമാളിത്തരം നമ്മൾ നടത്തി. മറ്റൊരിക്കലും ഒരു പുതിയാപ്പള വരനെ കുറിച്ച് ഞാൻ കേട്ടു. അതെന്താ? പുതിയാപ്പള കയറിയത്, പുതിയാപ്പള ധരിച്ചത്, നിക്കാഹൊക്കെ നേരത്തെ കഴിഞ്ഞ പരിപാടിയാണ്, ഒരു കള്ളിത്തുണി, പിന്നെ കയ്യിലുള്ള ഒരു കഞ്ഞിപ്പുറാക്ക് ബനിയൻ, ഞങ്ങളെ മലപ്പുറം ഭാഷയെ പറഞ്ഞാൽ അതുപോലെ ഒരു തോർത്തുമുണ്ട്, ഒരു തലയെ കെട്ടും. പുതിയാപ്പള വരികയാണ്. എന്നിട്ട് ഇയാൾ കയറിയ വാഹനം ഏതാ? നായ്ക്കുർക്കൻ എന്ന് നമ്മളവിടൊക്കെ പറയും. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ പേരൊന്നും അറിയില്ല. ഉണ്ടോ? ചെറിയ കൊട്ടവണ്ടി ഇല്ലേ, ലോറിന്റെ അഞ്ചൻ, പിക്കപ്പിന്റെ അഞ്ചൻ, അതിലാണ് ഇവൻ കയറി. കാറിലൊന്നുമല്ല, അതിൽ കയറിയിട്ടോ അങ്ങനെ ഇളിച്ച് നിൽക്കുക. കല്ലെടുത്തെറിയണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മളെ സമുദായത്തിന്റെ സ്ഥിതിയാണിത്. അല്ലാഹു നമ്മളെ വിളിച്ചു പറഞ്ഞത് എന്താണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ, എല്ലാ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യേണ്ട സമുദായം പൊതുനിരത്തിലുകളിൽ ഇറങ്ങി ഈ സമുദായത്തെ അപമാനിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ? അല്ലാഹു നമ്മളെ ചെറുപ്പക്കാർക്ക് നല്ല ബുദ്ധി നൽകുമാറാകട്ടെ, കാരണവന്മാർക്ക് പക്വത വർദ്ധിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നാണം കെട്ടുപോവാണ്. ഒരു കാലത്ത് നമ്മളെ മാതൃകയാക്കി ഈ മതത്തിലേക്ക് കടന്നു വന്നവർ നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, അതല്ലേ ഇന്നത്തെ സ്ഥിതി. ഈ ദുസ്ഥിതി നമ്മൾ മാറ്റിയെടുക്കാൻ ഇത്തരം ജീർണതകളില്ലാത്ത നമ്മുടെ വ്യവഹാരങ്ങളും ഇടപാടുകളും നടത്താൻ നമ്മൾ മുന്നോട്ട് വരണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം ദുരാചാരങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ വന്നപ്പം പറയുന്നത് കേട്ടു, പെരുന്നാൾക്കൊക്കെ ഇവിടെ ഇതിനോട് സമാനമായ ചില ആചാരങ്ങൾ, സൈക്കിൾ റേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരങ്ങാടിയിലേക്ക് ഒരു സത്യവിശ്വാസി വരുമ്പം ശീലിക്കേണ്ട മര്യാദ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അള്ളാഹിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു, ഇയ്യാക്കും വൽ ജുലൂസ ഫി തുർഖാത്ത്. ഹബീബായ നബി നിങ്ങൾ പറയുന്നു, അങ്ങാടിയിൽ അനാവശ്യമായി ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. റോഡുകളിലേക്ക് വെറുതെ വന്നു നിൽക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കണം. എന്താണ് അതിന്റെ കാരണം? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല മസാജിദുഹാ, ഭൂമിയിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. അവിടെ ദൈവിക സ്മരണകളും മനസ്സിന് മാറ്റമുണ്ടാകുന്ന പരിപാടികളുമാണ് നടക്കുന്നത്. അതേ സമയത്ത് വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് അങ്ങാടിയാണ്. അങ്ങാടിയിൽ തോന്നിവാസ്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ നിങ്ങൾ വെറുതെ ചെന്നിരിക്കരുതെന്ന് പറഞ്ഞപ്പം സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് തൊഴിലാളികളെ കിട്ടാനും ഞങ്ങൾക്ക് തൊഴിൽ കിട്ടാനും ഞങ്ങളെ കച്ചവടം നടത്താനും ഒക്കെ അങ്ങാടി പോക്ക് നിർബന്ധമാണല്ലോ, എന്താ ചെയ്യുക? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ റോഡിന്റെ അവകാശങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കണം. റോട്ടിലിറങ്ങുന്ന സത്യവിശ്വാസി ഒരിക്കലും ട്രാഫിക് ജാം ഉണ്ടാക്കാൻ പാടില്ല, മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ നടന്നു പോകാൻ പാടില്ല, മറ്റു വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ തൻ്റെ വാഹനത്തെ നടുറോട്ടിലിടാൻ പാടില്ല. പാർക്ക് ചെയ്യുമ്പം സൂക്ഷിക്കണം.
ഇവിടത്തെ ഏതൊക്കെ ട്രാഫിക് നിയമങ്ങളുണ്ടോ ഇത് മുഴുവനും പാലിക്കൽ മതത്തിന്റെ ഭാഗമായി തന്നെ സത്യവിശ്വാസിക്ക് കടമയാണ്. അത് ഭരണകൂടത്തിന്റെ നിയമല്ലേ എന്ന് നമുക്ക് ധിക്കരിക്കാൻ പാടില്ല. ഇസ്ലാം പറയുന്നു റോട്ടിലിറങ്ങുന്നവൻ അതിന്റെ ആദാബുകളൊക്കെ പാലിച്ചിരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പിന്നെയും വിശദീകരിക്കുന്നു അതിന്റെ മര്യാദയിൽപ്പെട്ട വേറെയും ചില കാര്യങ്ങളുണ്ട്. ഒന്ന് റദ്ദുസ്സലാം, റോട്ടിലിറങ്ങി നിൽക്കേണ്ടി വന്നാൽ അതിലൂടെ നടന്നു പോകുന്ന വിശ്വാസികൾ സലാം പറഞ്ഞാൽ അവരോട് മടക്കണം. അതുപോലെ തന്നെ ഖുദ്ദുൽ ബസർ, അവിടെ ശരീരം മറക്കാതെ നടന്നു പോകുന്നവരെ കണ്ടാൽ കണ്ണ് അടച്ചു കളയണം. എല്ലാവരും വരുന്ന സ്ഥലമാണ് അങ്ങാടി. മാന്യതയുള്ളവരും ഇല്ലാത്തവരും അവിടെ കറങ്ങി നടക്കും. ഹറാം കണ്ടാൽ കണ്ണ് പൂട്ടിക്കളയണം. അതുപോലെ ഇമാത്തത്തുല്ലദാ, അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ, ട്രാഫിക്കിന് തടസ്സമുണ്ടാക്കുന്ന വല്ലതും കണ്ടാൽ, കുഴി കണ്ടാൽ, കല്ല് കണ്ടാൽ, മുള്ളു കണ്ടാൽ അത് മാറ്റിക്കൊടുക്കേണ്ടത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു കുഴിയുണ്ട്, ആ കുഴിയിൽ വെള്ളവും നിറഞ്ഞിരിക്കുക. അപ്പൊ മുസ്ലിം ചെറുപ്പക്കാരൻ അതിന്റെ അപ്പുറത്തുള്ള ഓവുകാലത്തുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്തിനായിരിക്കുന്നത്? വരുന്ന കാറുകൾ ആ കുഴിയിലേക്ക് ചാടുമ്പോൾ, വെള്ളം തെറിക്കുമ്പോൾ കൈകൊട്ടിച്ചിരിക്കാൻ പാടില്ല ചെറുപ്പക്കാരെ. അങ്ങനെ ഒരു കുഴി നമ്മുടെ കണ്ണിൽ പെട്ടാൽ അത് കല്ലിട്ട് തൂർക്കുക എന്നത് നമ്മളെ കടമയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്. അവിടെ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് നീക്കം ചെയ്യണം. ട്രാഫിക് ജാം അനുഭവപ്പെട്ടാൽ നമ്മൾ നോക്കിയിരിക്കരുത്. പോലീസുകാരൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സഹായിച്ചു കൊടുക്കണം. ഓടിച്ചെന്നിട്ട് അതൊന്ന് വേർതിരിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന സേവനം ചെയ്യണമെന്നത് വിശ്വാസിയുടെ കടമയാണ്. ഇതുപോലെ റസൂലുള്ള പറയുന്നു വൽ അംറു ബിൽ മഅറൂഫ്, അവിടെ അതാ നല്ല കാര്യം ഉപദേശിക്കേണ്ട ഘട്ടം വന്നാൽ അത് ഉപദേശിക്കണം. സംഘട്ടനത്തിന്റെ വക്കോളം എത്തുന്ന പ്രശ്നങ്ങൾ അങ്ങാടിയിൽ ഇടക്കിടക്കുണ്ടാകും. ആ അടിയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നുകൂടാ, അതില്ലായ്മ ചെയ്യാൻ സതുപദേശം നടത്തണം. ഈ പെരുമാറ്റങ്ങളൊക്കെ അങ്ങാടിയിൽ പാലിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് തൻ്റെ വാഹനവും എടുത്ത് മറ്റുള്ള വാഹനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തും വിധം നടുറോട്ടിലൂടെ റേസിംഗ് നടത്താൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താണ്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അള്ളാഹുവിൻ്റെ അടിമ എന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥാനം മനുഷ്യനുണ്ട്. അതിൻ്റെ ഏറ്റവും യോഗ്യതയുള്ള നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദി, വാനലോകത്തേക്ക് കൊണ്ടുപോയതിനെയും ഇസ്രായിനെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു തൻ്റെ അടിമ എന്നാണ് വിശേഷിപ്പിച്ചത്. ആ വിശേഷണമാണ് അള്ളാഹിൻ്റെ അടിമകളുടെ ഏറ്റവും വലിയ സ്ഥാനം. ആ സ്ഥാനത്തിന് യോഗ്യതയുള്ളവരെ പരിചയപ്പെടുത്തി ആദ്യം അള്ളാഹു പറഞ്ഞത് യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നത് വിനയത്തോടെ ആയിരിക്കും, അഹങ്കാരത്തോടെയല്ല. എത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു നമുക്ക് തന്ന നിയമത്തുകളുണ്ട്. ആ നിയമത്തുകൾ മറ്റുള്ളവർ മുമ്പിൽ കാണിച്ച് നമ്മൾ അഹങ്കരിക്കാൻ വേണ്ടി തന്നതല്ല. അതിലേറ്റവും ചെറുതല്ലേ നമ്മുടെ ഉടയാടകൾ? അതുപോലും റസൂലുള്ളാഹി വിരോധിച്ചില്ലേ? അവിടുന്ന് പറഞ്ഞു മൻ ജറ സൗബഹു ഖുയലാ, ധരിച്ച വസ്ത്രം അഹങ്കാരത്തോടെ ഞെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് തൂക്കിയിട്ടൊരാൾ ഭൂമിയിലൂടെ നടന്നാൽ ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഈ അഹങ്കാരിയെ നാളെ പരലോകത്ത് പടച്ച റബ്ബ് മൈൻഡ് ചെയ്യുകയില്ല. ഒരു വസ്ത്രം പോലും അഹങ്കാരത്തിന് വേണ്ടി പ്രകടിപ്പിക്കരുത്. പിന്നെയല്ലേ വാഹനത്തിന്റെ കാര്യം? തൻ്റെ ശബ്ദമേറിയ സ്കൂട്ടർ, തൻ്റെ മേത്തരം കാറ്, ഇത് കാണിച്ചുകൊണ്ട് പ്രൗഢി പ്രകടിപ്പിക്കാൻ അള്ളാന്റെ മതം നമുക്ക് സമ്മതം തന്നിട്ടില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇത്തരം വേണ്ടാവൃത്തികളിൽ ഏർപ്പെട്ട് സമുദായത്തിന്റെ മാനം കളയാൻ നമ്മൾ ആരും ഇറങ്ങരുത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ഒരിക്കലും ജനങ്ങളോട് സംസാരിക്കാതെ നീ മുഖം തിരിച്ചു കളയരുത്. ഒരാളെയും നിസ്സാരപ്പെടുത്തുക, ഓനോട് എന്ത് വർത്താനം പറയാനാണ് എന്ന് പറഞ്ഞ് തീരെ മുഖം തിരിക്കുക. അല്ലെങ്കിൽ വലാ തുസഇർ ഖദ്ദക എന്ന് പറയുമ്പോൾ മുഖത്ത് നോക്കാതെ സംസാരിക്കുക. ആ ശൈലി നല്ലതല്ല. അത് അവനെ പരിഗണിക്കാത്തതിൻ്റെ, അവഗണിക്കുന്നതിൻ്റെ അടയാളമാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിലൂടെ നീ ഒരിക്കലും അഹങ്കാരിയായി നടന്നു പോകരുത്, വലിയ അഹങ്കാരത്തോടെ സഞ്ചരിക്കരുത്. കാരണം എന്താണ്? ഇന്നല്ലാഹ ലാ യുഹിബ്ബു
കുല്ല മുഖ്താലിൻ ഫഖൂർ, മനസ്സിൽ അഹങ്കാരം നടിക്കുകയും അത് ബാഹ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വഖ്സുദ് ഫീ മശീക, ഇനി നിന്റെ നടത്തത്തിൽ നീ ഒരു മിതമായ രീതി സ്വീകരിക്കണം. വാഹനം ഓടിക്കുമ്പോൾ അമിതമായ സ്പീഡ് ഉണ്ടാകരുത്, പറ്റ സ്പീഡ് കുറച്ച് ട്രാഫിക് ജാം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒരു മിതമായ സ്പീഡിലെ നിന്റെ വണ്ടി ഓടിക്കാവൂ, നീ നടന്നു പോകാവൂ. വഗ്ളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദം നീ താഴ്ത്തിക്കളയണം. ഒരിക്കലും സ്വന്തം ശബ്ദം പോലും ഉയർത്തി ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞെങ്കിൽ പിന്നെയല്ലേ സ്കൂട്ടറിന്റെ പടപട എന്ന ശബ്ദം കൊണ്ട് പൊതുസമൂഹത്തിൽ മലിനീകരണം ഉണ്ടാക്കുന്നത്. അള്ളാഹ് പറയുന്നു പാടില്ല. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അള്ളാഹു വളരെ നീചമായ പ്രവൃത്തിയായി ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നത് ഇന്ന അങ്കറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും അരോചകമായ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്. ശബ്ദമുയർത്തി ആളുകളെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനിങ്ങനെ പറഞ്ഞു? പണ്ഡിതന്മാര് പറയുന്നത് ഇത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ ഒരാളെ ശബ്ദപ്പെടുത്തി ഭീഷണിപ്പെടുത്തലും അവനെ ഇരുത്തിക്കളയും ചെയ്യുന്ന സ്വഭാവമുണ്ട്, അത് നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ കഴുതയുടേതാണ് ഏറ്റവും അരോചകമായ ശബ്ദം. കഴുതന്റെ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും പേടിക്കാറുണ്ടോ? ഇല്ല. അത് നിന്ദ്യമായ ജീവിയാണ് എന്ന് പറയാറാണ്. വിവരമില്ലാത്തവനെ കഴുതയോട് ഉപമിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ശബ്ദം വെച്ചുകൊണ്ടൊന്നും ഒരാൾക്കും പ്രതാപം വരാൻ പോകുന്നില്ല, അതിലൂടെ അഭിമാനം നേടാൻ പോകുന്നില്ല. അത് ഹിമാറിന്റെ സ്വഭാവമാണെന്നാണ് അള്ളാന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ജീവിതത്തിലൂടെ ഇസ്ലാമിനെ പഠിപ്പിച്ച നേതാക്കൾ നടന്നു ജീവിച്ച നാടാണ് നമ്മുടേത്. നേരത്തെ ഇവിടെ VS സൂചിപ്പിച്ചില്ലേ, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല നിങ്ങൾ വന്നപ്പോ അപ്പു എന്ന ഹൈന്ദവ സഹോദരൻ ഇളനീര് വെട്ടിക്കൊടുത്തപ്പോൾ ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള അന്വേഷണം നടത്തിയതിൽ ആകൃഷ്ടരായി ഈ സംസ്കാരം നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞല്ലേ നമ്മുടെ ഉപ്പാപ്പമാരെല്ലാം ഈ മതത്തിലേക്ക് കടന്നു വന്നത്. അവരെ പിന്മുറക്കാരായ നമ്മൾ വേണ്ടാത്തത് ചെയ്തുകൊണ്ട് ഈ മതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചവരെ പോലും തടയുന്ന ദുർവൃത്തരായി മാറിയാൽ അള്ളാന്റെ മുമ്പിൽ നമുക്ക് വലിയ നാശം വരികയില്ലേ? പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഇത്യാദി ദുഷ്പ്രവണതകളിൽ നമ്മൾ പിന്തിരിയുക, പിന്മാറുക. അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം നമ്മൾ അങ്ങാടിയിൽ പ്രവർത്തിക്കണം. ഒരിക്കലും പെരുന്നാളിന്റെ രാത്രികളിലോ അല്ലെങ്കിൽ കല്യാണത്തിന്റെ പേരിലോ ഇതുപോലുള്ള മോശമായ പ്രകടനങ്ങൾ നമ്മൾ ഉണ്ടാവരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കല്യാണത്തിന്റെ രാത്രികളിൽ മറ്റൊരു പ്രവൃത്തി നടക്കുന്നു, വളരെ അപകടകരമായ. അതെന്താ? ഈ അടുത്ത് കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ വല്ലാത്തൊരു വിഷമം പറയാണെന്ന് പറഞ്ഞു. എന്താണ് അയാൾ പറഞ്ഞത്? കല്യാണത്തിന്റെ അന്ന് ചെറുപ്പക്കാരി ഇവനോട് വന്ന് പറഞ്ഞു, അത്രേ, നീ ഇപ്പം കുറെ കാലമായി ഗൾഫിൽ, ഇവിടുത്തെ മാന്യം മര്യാദ ഒന്നും നിനക്കറിയില്ല, അതുകൊണ്ട് കല്യാണത്തിന്റെ രാത്രി എല്ലാവർക്കും കുറേശ്ശെ ഇറക്കാൻ കൊടുക്കലുണ്ട്. ഇവൻ തിരിഞ്ഞില്ല. പിന്നെ ഒരു വ്യക്തമായി പറഞ്ഞു. അവൻ പറഞ്ഞു, അത് മാത്രം എൻ്റെ അടുത്തുനിന്ന് കിട്ടൂല, വേറെ എന്തും വേണമെങ്കിൽ ഞാൻ തരാം. അങ്ങനെ കൂട്ടുകാർ യോഗം ചേർന്നു. ഒറ്റക്കെട്ടായൊരു തീരുമാനം, നാളെ ഈ മുഹമ്മദിന്റെ കൂടെ നമ്മൾ ആരും കല്യാണത്തിന് പോകേണ്ടതില്ല, പുതിയാപ്പിള പോകുമ്പോൾ ആരും പോകണ്ട. ഐക്യകണ്ഠേന തീരുമാനം എടുത്തു. ഈ തീരുമാനം ഇവൻ അറിയിച്ചപ്പോൾ ഇവൻ പേടിച്ചു പോയി. അങ്ങനെ അന്ന് ഇവൻ ആകെ ഭീതിയിലായി. അവസാനം ഇവൻ കുറച്ച് കാശെടുത്ത് അവരെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എന്ത് കഴിച്ചാലും എനിക്ക് പ്രശ്നമല്ല, അതുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇവര് വണ്ടിയെടുത്തു പോയി, വയറ് നിറയെ കഴിച്ചു. അതിന്റെ കുപ്പി കല്യാണ പന്തലിൽ കൊണ്ടുവന്നെറിയുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു ഇത്ര ഗൗരവത്തോടെ നമ്മളെ സംസാരിച്ച വേറെ ഏതെങ്കിലും പാനീയമുണ്ടോ? എന്താണ് മദ്യത്തിന്റെ കണക്ക്? നിങ്ങൾ ഇന്ന് പത്രം ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല, നാളെ കാണാം. നമ്മൾ മുന്നേറുകയാണ് വളരെ മുന്നോട്ട്. മദ്യത്തിന്റെ വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ആളോഹരി കണക്ക് പരിശോധിച്ചാൽ കേരളമാണ് മുന്നിൽ. ദേശീയ ശരാശരി ഒരാൾക്ക് 8 ലിറ്ററാണ് ഇവിടെ കുടിച്ചു തീർക്കുന്നതെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് അത് വരും, ദേശീയ ശരാശരിയിൽ 4 ആണെങ്കിൽ കേരളത്തിൽ 8.3 8 ലിറ്റർ ഒരാൾക്ക് വീതം. കള്ള് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് പോലും 8 ലിറ്റർ വീതം ഉണ്ടാവും. എല്ലാവർക്കും ഓരിച്ചു കൊടുത്താൽ കേരളത്തിൽ കുടിച്ചു തീർക്കുന്നതെന്നാ പറയുന്നത്. മാത്രമല്ല,
നിങ്ങൾക്കറിയോ, ഇപ്പോൾ 60% കേരളീയർ മദ്യപിക്കുന്നു. അതിൽ 40% ആളുകൾ ഒഴിവ് ദിവസങ്ങളിൽ മാത്രം കുടിക്കും. നല്ല ദിവസം നോക്കി വെള്ളിയാഴ്ച മാത്രം കുടിക്കുന്ന സ്വാലിഹീങ്ങളുണ്ട്, പിന്നെ ഞായറാഴ്ച മാത്രം കുടിക്കുന്ന മുത്തഖീങ്ങളുണ്ട്, പെരുന്നാക്കൊക്കെ അത്യാവശ്യം മാത്രം കഴിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. പിന്നെ ഒരു കൂട്ടര് 20% ഒരു മുഴുകുടിയന്മാർ, കുടിച്ചിട്ടില്ലെങ്കിൽ നേരെ നിൽക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ അടിമകളായിപ്പോയത്. ഇങ്ങനെയുള്ള ഈ കുടിയന്മാരൊക്കെ പാടെ ഓരോ വർഷവും കുടിക്കുന്ന കള്ളിൻ്റെ തുക എത്രയെന്ന് അറിയുങ്ങൾ? ഒരു വർഷം നമുക്ക് അരി വാങ്ങാൻ 3.5 കോടി കേരളത്തിലെ ജനത 2-3 നേരം അരിഭക്ഷണം തിന്നവരാണ്. അതിന് ചെലവാകുന്ന തുക ആകെ 2880 കോടി ഉറുപ്പ്യ ഒരു കൊല്ലത്തേക്ക് നമുക്ക് അരി വാങ്ങാൻ ചെലവ്. അതേ സ്ഥാനത്ത് ഒരു കൊല്ലത്തേക്ക് നേരത്തെ പറഞ്ഞ മദ്യപാന്മാർ കുടിച്ചു വറ്റിക്കുന്നത് 10,000 കോടി ഉറുപ്പ്യന്റെ കള്ളാണ്. ഇന്നലെ ഒരൊറ്റ ദിവസം പൊന്നോണ നാളിൽ മാത്രം കഴിഞ്ഞ ഓണത്തിൽ 40 കോടി ഉറുപ്പ്യയുടെ കള്ള് നമ്മളെ ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യശാലകളുടെ മാത്രം വിറ്റു എന്നായിരുന്നു കണക്ക്. അതിനെ മറികടക്കുന്ന കണക്കാണ് ഇന്നുള്ളത്. ഇന്നലെ വാർത്തയെ പറഞ്ഞു, ഒന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഇനി നാളെ പത്രത്തിൽ നിങ്ങൾക്ക് ശരിക്കും കാണാം. റെക്കോർഡ് മുന്നേറ്റമാണ്. മദ്യത്തിന്റെ അടിമകളായി മാറുന്നു. സ്വബോധമില്ലാതെ കാലുറക്കാത്തൊരു യുവതലമുറയിൽ നിന്ന് വികസനം പ്രതീക്ഷിക്കുന്ന ഭരണാധികാരികളെ നോക്കി നമ്മൾ ലജ്ജിക്കുക. വഴിവക്കളിൽ മുഴുവൻ അനുവദിക്കാണ്. വേണോ, ആർക്കാ ബാറ് വേണ്ടത്, ആർക്കാ കള്ളിന്റെ ഹോട്ടൽ വേണ്ടത്, യഥേഷ്ടം കൊടുക്കുകയാണ്. അങ്ങനെ കുടിപ്പിച്ച് കിടത്തട്ടെ യുവതലമുറയെ, നാട്ടിന് വികസനം ഉണ്ടാവും. ഇതിലൂടെ വരുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച്, വ്യക്തിപരമായി മദ്യപാനിക്കുണ്ടാകുന്ന രോഗത്തെപ്പറ്റി, അതിൻ്റെ കുടുംബ പശ്ചാത്തലം, അതിൻ്റെ സാമൂഹിക ദുരിതങ്ങൾ, ഇതൊന്നും ചിന്തിക്കാതെ നമ്മുടെ ഭരണാധികാരികൾ ദിശാബോധമില്ലാതെ മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ രാജ്യത്തിന് നാണക്കേടായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷം ഇത് അപകടകരമാണ്. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ്. മദ്യത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയത് എന്തായിട്ടാണ്? റിജ്സുന്നത് മാലിന്യമാണ്. ചോദിക്കട്ടെ, ഒരു ഗ്ലാസ് ചോര അത് കുടിക്കാൻ തന്നാ നിങ്ങൾ കുടിക്കുമോ? അത് മാലിന്യമാണ്. ഒരു ഗ്ലാസ് മൂത്രം തന്നാൽ കുടിക്കുമോ? ചലം തന്നാൽ കുടിക്കുമോ? ശവം തന്നാൽ തിന്നുമോ? അതിന് സമാനമാണ് ഈ നജസ്. ഒരു തുള്ളിയെങ്ങാനും നമ്മുടെ ശരീരത്തിലുണ്ടായാൽ, വസ്ത്രത്തിലുണ്ടായാൽ, നിസ്കരിക്കുന്ന സ്ഥലത്തുണ്ടായാൽ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. നിസ്കാരം ഇത്ര ഗൗരവത്തോടെ കണ്ട പാനീയം യഥേഷ്ടം ശരീരത്തിൽ പേറി നടക്കുന്നവരോട് നബി പറഞ്ഞു, നാളെ മഹ്ശറയിൽ പരലോകത്ത് ചെല്ലുമ്പോൾ തീനത്തുൽ ഖബാൽ എന്ന ഒരു വെള്ളം അവരെ നിർബന്ധമായും അല്ലാഹു കുടിപ്പിക്കും. അതദറൂന മാ തീനത്തുൽ ഖബാൽ. തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണെന്നറിയുമോ? എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഇറക്കു അഹ്ലിന്നാർ. നരകത്തിൽ കത്തിക്കപ്പെടുന്ന വ്യഭിചാരികളുടെ ശരീരത്തിലൂടെ നിർഗളിക്കുന്ന ചീഞ്ചലം. അതാണ് ഇവിടെ മദ്യപിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ. നാളെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ആരെങ്കിലും കമ്പനിയുടെ പേരിലോ കൂട്ടുകാരെ നിർബന്ധത്തിനോ വഴങ്ങി അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല പാശ്ചാത്താപ ബോധത്തോടുകൂടി ഈ പവിത്ര റമളാനിനെ സാക്ഷി നിർത്തി അതിൽ നിന്ന് പിന്തിരിയുക. നിങ്ങളെ കൂട്ടുകാർ അറിവിൽ ആരെങ്കിലും അങ്ങനെ പെട്ടുപോയവരുണ്ടെങ്കിൽ അവന് വ്യക്തിപരമായി വരാൻ പോകുന്ന ദോഷങ്ങളെപ്പറ്റി, അവൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്, ഈ സമുദായത്തിൻ്റെ മാനത്തെ സംബന്ധിച്ച്, പൊതുസമൂഹത്തിനുണ്ടാകുന്ന ദുരിതങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്തിരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു ഈ ഉമ്മത്തിനെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പരമാവധി പാവപ്പെട്ടവരെ ആയിരിക്കണം നമ്മൾ അതിലേക്ക് വിളിക്കേണ്ടത്. പാവപ്പെട്ട ആൾക്കാരെ വിളിക്കുക. പാവപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ട് കൂടുതൽ അവരുണ്ട് എന്ന് പരിഗണിക്കുക. ഒരു നേരത്തെ ബിരിയാണി കിട്ടിയാൽ തിന്നാമായിരുന്നു എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളില്ലേ? അവർക്ക് അന്നം കൊടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കുടുംബജീവിതം നന്നാവണം എന്നാണ് നമ്മളെ ലക്ഷ്യം. പണക്കാരെ വിളിക്കരുത് എന്നല്ല, പ്രത്യേകം പാവപ്പെട്ടവരെ പരിഗണിക്കണം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ശർറു ത്വആമി ത്വആമുൽ വലീമ. ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം അത് കല്യാണത്തിന്റെ ഭക്ഷണമാണ്. എങ്ങനെയുള്ള കല്യാണം? യുദ്ആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ. സമ്പന്നരെ മാത്രം വിളിച്ച് പാവപ്പെട്ടവരെ അവഗണിക്കുന്ന കല്യാണമാണ് ഏറ്റവും നാറിയ ഭക്ഷണം വിളമ്പുന്ന കല്യാണം.
വലിയ പണക്കാരെ വിളിക്കുക, എന്നിട്ട് ഓനോട് പറയുന്നത് വരുമ്പം കാർ കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നും ഇട്ടോ, വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് റോഡൊക്കെ ബ്ലോക്കാക്കി. ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ കോളർ പൊന്തിച്ച് കണ്ടോ എൻ്റെ ആഗോളതലത്തിലുള്ള ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ദുരഭിമാനം നടിക്കുക. ഇതല്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ ആശ്വാസമായിരുന്നു എന്ന് കരുതുന്ന പാവപ്പെട്ടവർ നമ്മളെ പല ചാളകളിലും ചേരികളിലുമുണ്ട്. അവരെ കൂടി ക്ഷണിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുമ്പോൾ അത് മാന്യമായ രീതിയിലാവണം. ഇന്ന് എന്തെല്ലാം പദ്ധതികളാണ്. എന്താ ബൊഫേ, ഇത് കൊഫയാണ്. എല്ലാവരോടും ഉസ്താദുമാരൊക്കെ ആര് വന്നാലും പറയും നിങ്ങൾ ആണ് വിളമ്പി തിന്നോളൂ. എന്നിട്ട് ഒരുത്തങ്ങനെ വിളമ്പിയിട്ട് ഒരു തെങ്ങുമച്ചാരിയിട്ട് ഇങ്ങനെ ഓണ്ട് ഇങ്ങനെ കയറ്റും, മറ്റൊരു കൗങ്ങുമച്ചാരി വേറെ വരുത്താൻ വേറൊരുത്ത റോട്ടുമ്പോൾ പോയിട്ട് എന്തൊരു സ്വഭാവം. അതൊന്നും ഒരാളെ സ്വീകരിക്കേണ്ട ആതിഥേയ മര്യാദയുടെ ഭാഗമല്ല, ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരത്തിൻ്റെയും ഭാഗമല്ല. ഏറ്റവും ഉത്തമം നിലത്ത് പായ വിരിച്ച് അതിലിരുന്ന് ഭക്ഷണം കഴിക്കലാണ്. അതിന് ശേഷം നമ്മൾ മേശ സ്റ്റൂളും ഒക്കെ വെക്കൽ നല്ലത്. ആ രീതിയിലല്ലാതെ അവിടെയും ഇവിടെയും നിന്നും ചാരി നിന്നും ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം നമുക്കില്ല. മാന്യമായി നമ്മൾ വിളമ്പിക്കൊടുക്കുന്ന രീതിയാണ് വേണ്ടത്. അതിന് ഒരുപാട് അതും മര്യാദയുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ചുരുക്കുന്നു, മാന്യമായി നമ്മൾ ഭക്ഷണം കൊടുക്കുക, അതിൽ ധൂർത്തില്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അനാവശ്യമായ ഒരുപാട് ആഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി നശിപ്പിച്ച് കളയുന്ന കല്യാണമായി നമ്മുടെ കല്യാണം മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈറായ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തുകളിൽ നിത്യാദി ദുരന്തങ്ങളെ നിർമാർജനം ചെയ്യുന്നതിൽ ആവുന്ന സേവനം ചെയ്യാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ദൃഢനിശ്ചയത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ഇന്ന് പിരിയേണ്ടത്. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ.